സുരേഷ് ഗോപി 47,991 വോട്ടിന്റെ, അതായത് 50,000-ലേക്ക് സുരേഷ് ഗോപി, അരലക്ഷത്തിലേക്ക് സുരേഷ് ഗോപി കടക്കുന്നു. എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പോ 47,991 വോട്ടുകൾക്ക്, ആലപ്പുഴയിൽ KCയുടെ ലീഡ് 33,624 വോട്ടുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴയിൽ ആലപ്പുഴയിൽ കനൽ അടങ്ങിയിരിക്കുന്നു, കനൽ ചാരമായിരിക്കുന്നു. ഇനി വരാനുള്ളത് KC വേണുഗോപാലാണ്, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി. കൊടിക്കുന്നിലിന്റെ നോക്കൂ, 8,109 കൊടിക്കുന്നിലിന്റെ ഭൂരിപക്ഷം. മാവേലിക്കരയിൽ 10,000 തൊടാൻ കഴിയാതെ കൊടിക്കുന്നിൽ വിയർക്കുന്ന കാഴ്ച. അരുൺകുമാറിന് മുന്നിൽ കൊടിക്കുന്നിൽ 8,109 ലീഡോടുകൂടി ആറ്റിങ്ങൽ വി ജോയ് ലീഡ് നില ഉയർത്തുന്നു. 1,709. ആറ്റിങ്ങലിൽ വി ജോയ് 1,709. അടൂർ പ്രകാശ് കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്നു. ആറ്റിങ്ങലില് ആദ്യം അടൂർ പ്രകാശും പിന്നീട് വി ജോയും ലീഡ് നില മാറി മറിഞ്ഞു വരികയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞ ലീഡ് നില ഇപ്പോഴുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. 1,709 ലീഡാണ് ആറ്റിങ്ങൽ വി ജോയ്ക്ക്. 1,709 മാത്രമാണ്. ഇനി എണ്ണാൽ 60% വോട്ടുകൾ ബാക്കി നിൽക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും വി ജോയും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഈ പോരാട്ടം ക്ലാസിക് പോരാട്ടമാണ്, എൽ ക്ലാസിക്കോ പോരാട്ടമാണ് നടക്കുന്നത്. ലക്ഷം കടന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് എറണാകുളം ഹൈബീഡൻ 1.25 ലക്ഷം കടന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി 1,65,748 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. 1.65. ഈ സമയം 1/2 ലക്ഷം വോട്ടിന് മുൻപിലാണ് നരേന്ദ്രമോദി വാരണാസിയിൽ. 64,000-ലധികം വോട്ടുകളുടെ മുൻപിലാണ് വാരണാസിയിൽ. അജയ് റോയിയുടെ ആദ്യം വിറച്ചുപോയെങ്കിലും നരേന്ദ്രമോദി പിടിച്ചു വരുന്നു, നരേന്ദ്രമോദി തിരിച്ചു വരുന്നു. നരേന്ദ്രമോദി വാരണാസിയിൽ 64,000 ലീഡ് കുറയുകയാണ്. മാവേലിക്കരയിലെ 5,953 കൊടിക്കുന്നിലിന്റെ ലീഡ് കുറയുകയാണ്. അതായത് കേരളത്തില് CPM-ന് ഇതിനകം 2 മണ്ഡലങ്ങളിലും മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPI ഏതായാലും തൃശ്ശൂരിൽ പിന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു, വയനാട്ടിൽ പിന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് മാവേലിക്കരയിലാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിലിന്റെ ലീഡ് ഇപ്പോൾ 5,953 കുറഞ്ഞിരിക്കുന്നു. ആലത്തൂരിൽ LDF-ന്റെ ലീഡ് 12,497. ആന്ധ്രാപ്രദേശിൽ ഇനി ജഗൻമോഹൻ റെഡ്ഡി ഇല്ല. ആന്ധ്രാപ്രദേശിൽ ഇനിയുള്ളത് ചന്ദ്രബാബു നായിഡുവിന്റെ കാലം, നായിഡു ടൈം, ചന്ദ്രബാബു നായിഡുവിന്റെ സമയം. അവിടെ കോൺഗ്രസിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും പറ്റിയിട്ടില്ല. ചന്ദ്രബാബു നായിഡു TDP ശക്തമാണ്. ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSRCP തള്ളിക്കൊണ്ട് TDP ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലേക്ക്. കേരളത്തിലേക്ക് വന്നാൽ ആലത്തൂരിലെ LDF-ന്റെ ലീഡ് 12,497 വോട്ടുകൾ. പാലക്കാട് UDF-ന്റെ ലീഡ് 39,000 പാലക്കാടും. ഇനിയിപ്പോ വിജയരാഘവന് ജയം അസാധ്യമാക്കുന്ന വിധത്തിൽ VK ശ്രീകണ്ഠൻ മുന്നോട്ട് പോവുകയാണ്. ഫലങ്ങൾ പാഴാക്കിക്കൊണ്ട് 42 സീറ്റുകളിലും 30 സീറ്റുകളിലും മമതാ ബാനർജി, 10 സീറ്റുകളിൽ മാത്രം BJP, 1 സീറ്റിൽ കോൺഗ്രസ്, 1 സീറ്റിൽ CPM. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നില മെച്ചപ്പെടുത്തുന്നു. 15,616 വോട്ടുകളുമായി രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനേക്കാൾ മുന്നിലാണ്. ശശി തരൂർ 15,616 വോട്ടുകൾക്ക് പിന്നിലാണ്. സുരേഷ് ഗോപി ഏകദേശം 1/2 ലക്ഷത്തോടടുക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം എടുക്കുമോ എന്നതാണ് ചോദ്യം. അതിസങ്കീർണമായ രാഷ്ട്രീയ പ്രക്രിയയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. 16 സീറ്റുകൾ UDF നേടുമ്പോൾ 2 സീറ്റ് CPM-ഉം 2 സീറ്റ് BJP-യും നേടുകയാണ്. കേരളത്തിലെ CPM-നോട് സീറ്റ് നിലയിൽ കിടപിടിക്കാൻ കഴിയുന്ന ശക്തിയായി BJP ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ പോരാട്ടത്തിലൂടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില ഉയർത്തുക. ആലത്തൂരിലും ആറ്റിങ്ങലിലും മാത്രമായി LDF-ന്റെ ലീഡ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് നില താഴുന്നു. അവിടെ അരുൺകുമാറിന് സാധ്യത ഏറുന്നു മാവേലിക്കരയിൽ. പക്ഷേ ഇപ്പോഴും 5,000 വോട്ടിന്റെ ലീഡാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത്. കൊടിക്കുന്നിൽ സുരേഷും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കനത്ത പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് മാവേലിക്കര. K സുധാകരന്റെ ലീഡ് വീണ്ടും ഉയരുന്നു, 41,139. ചാലക്കുടിയിൽ UDF-ന്റെ ലീഡ് 20,094. സുധാകരന്റെ ലീഡ്, K സുധാകരന്റെ ലീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. സുധാകരൻ ഇനി തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ ഉയർന്നു നിൽക്കുന്നു. സുധാകരൻ തന്നെ കണ്ണൂരിൽ എന്നുറപ്പിച്ചിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തർപ്രദേശിൽ BJP പിന്നിലായിരിക്കുന്നു. അവിടെ സമാജ്വാദി പാർട്ടി 34 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. 34 ഇടങ്ങളിൽ, പക്ഷേ കോൺഗ്രസ് 7 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 48,300. രാജീവ് 23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ 1,00,000. പ്രകാശ് ജാവദേക്കർ സംസാരിക്കുന്നു തൃശ്ശൂരിൽ.
തിരുവനന്തപുരത്ത് have made a history. It's a collective effort and individual efforts. And it is the vision of Prime Minister Narendra Modi who ensured that the development benefits reach to all without discrimination. Because LDF and UDF do discrimination. Modi doesn't do ജാവദേക്കറും ആത്മവിശ്വാസം discrimination. പ്രകടിപ്പിക്കുന്നു. രണ്ടിടങ്ങളിൽ And so വിരിഞ്ഞു, 2 രണ്ടിൽ crore കൂടുതലിടങ്ങളിൽ people. അതായത് രാജീവ് benefited ചന്ദ്രശേഖരന്റെ by ഭൂരിപക്ഷം the 4 ലക്ഷത്തോളം 4 ലക്ഷം. നോക്കൂ, തിരുവനന്തപുരം ഉറപ്പിച്ചു, തൃശ്ശൂർ ഇങ്ങനെ അതിനെ വിശദീകരിക്കാം. CPM 2 മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും CPM ഏതാണ്ട് 10,000-ഉം 1,000 ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയല്ല സുരേഷ് ഗോപിയുടേത് 50,000-ത്തോളം അടുക്കുന്നു. അതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റേത് 4 ലക്ഷത്തോളമായി നിൽക്കുന്നു സുരേഷ് ഗോപി, ഷാഫി പറമ്പിൽ almost equal വളരെ leading. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലീഡാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും മുന്നോട്ട് പോകുന്നത്. അതായത് കേരളത്തിൽ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കേരളത്തിൽ രണ്ടിടങ്ങളിൽ BJPക്ക് അനുകൂലമായ, മോദിക്ക് അനുകൂലമായ വികാരമുണ്ടെന്നുള്ളതും ഉറപ്പാണ്. ഒന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, മറ്റൊന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി 1.5 ലക്ഷത്തോളം, ഒപ്പം രാജീവ് ചന്ദ്രശേഖർ 4 ലക്ഷത്തോളം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ ഒന്ന് ആലത്തൂർ, മറ്റൊന്ന് മാവേലിക്കര, ഇനിയൊന്ന് ആറ്റിങ്ങൽ.